ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോട്ട് സെറ്റ് ആണ് കേട്ടോ ചെയ്യുന്നത്. അത് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഡാർക്ക് റാണി കളറിലാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ വരുന്ന ആ പ്രിന്റ് വന്നേക്കുന്നത് ഡാർക്ക് പ്രിന്റ് അല്ല, കളർ വന്നേക്കുന്നത് ഡാർക്ക് റാണി കളറാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെയുള്ള ചില ഡിസൈൻസ് ഒക്കെ വീഡിയോയിൽ ചിലപ്പം ആ പ്രിന്റ് മാത്രം എടുത്ത് കാണിക്കുന്നത്. ശരിക്കും ബേസ് കളർ വരുന്നത് നല്ല അടിപൊളി റാണി കളറാണ്. ഞാൻ അതിന്റെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഞാനിപ്പം ഇത് പറഞ്ഞ അത്യാവശ്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ഭംഗിയായിട്ട് മെറ്റീരിയൽ കിട്ടിയപ്പോൾ ഒരെണ്ണം ചെയ്യിപ്പിച്ചെടുത്തതാണ് വീഡിയോക്ക് വേണ്ടിയിട്ട്. ഞാൻ പ്രിന്റ് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതുപോലെയാണ്, ഇതാണ് ക്ലോസ് ആയിട്ട് കണ്ടോ, ഡാർക്ക് റാണിയാണ് അതിന്റെ ബേസ് ആയിട്ട് വരുന്നത്. അതുപോലെ ഇങ്ങനത്തെ ഒരു ഫ്ലോറൽ ഡിസൈനിലേക്കാണ് ഇത് വന്നേക്കുന്നത്. സെയിം തന്നെ പലാസോ ബോട്ടവും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു സെമി പലാസോ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ ടോപ്പിനെക്കാട്ടിലും ഇത്തിരി ലെങ്ത്തിൽ നിന്നിട്ട് അങ്ങനെയാണ് ഒരു സ്റ്റൈലായിട്ട് എനിക്ക് തോന്നിയത്. ഇതിപ്പോൾ ഞാൻ ഷർട്ട് കോളർ പാറ്റേണിലോട്ടാണ് ചെയ്തേക്കുന്നത്. ഇതുപോലെ ചെറിയൊരു വി കട്ടിങ് കൊടുത്തിട്ട് ഷർട്ട് കോളറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വി കോളർ ചെയ്യാം. കാരണം മെറ്റീരിയൽ സ്റ്റോക്ക് ഉണ്ട്. വി കോളർ ചെയ്യാം. വിത്ത് ലൈനിങ് വേണം എന്നുള്ളവർക്ക് വിത്ത് ലൈനിങ് ചെയ്യാം. ടോപ്പും ബോട്ടം പെയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ശരിക്കും ഇതൊരു പ്യുവർ റയോൺ ഫാബ്രിക് ആണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. മസ്ലിന്റെ ഒക്കെ ലുക്കാണ് നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ. മൊഡാലിന്റെ ഒക്കെ ഇല്ലേ, മൊഡാലിന്റെ ഒക്കെ ശരിക്കും അത്രയും ഫ്ലോയി ആയതുകൊണ്ട് തന്നെ മൊഡാലിന്റെ ഒരു ഫീലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് വേണമെങ്കിൽ വിത്ത് ലൈനിങ് ചെയ്യാം. ഇങ്ങനെ ബോഡി കക്കിംഗ് ആയിട്ട് കിടക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക്. പിന്നെ ലെങ്ത് 47 ആണ് വരുന്നത്. പലാസോ കുറച്ചും കൂടെ ഒരു ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഭയങ്കര സ്റ്റൈലായിട്ട് വേറെയും കണ്ടോ. നമുക്ക് നെക്ക് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ക്ലോസ് ആയിട്ടുള്ള വ്യൂ വരുന്നത്. പിന്നെ ഇതെല്ലാ സൈസും അവൈലബിൾ ആണ്. അപ്പോൾ ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഇത് 10 to 15 വർക്കിംഗ് ഡേയ്സ് ആണ് എടുക്കുന്നത്. അപ്പം ഫാബ്രിക് ഞാൻ കാണിച്ചു തന്നു. ഇതിന്റെ ക്ലോസ് ആയിട്ട് ഇതുപോലെയാണ് വരുന്നത്. കണ്ടോ, നമുക്ക് അത്യാവശ്യം നല്ല ഫ്ലോയി ആണ്. ഒന്നും കൂടെ കാണിച്ചാൽ ഇതിന്റെ ഫ്ലോറൽ ഡിസൈൻ വരുന്നത് ഇതുപോലെയാണ്. ഓക്കെ, അപ്പൊ ഇതൊരു ഫസ്റ്റ് പാറ്റേൺ. പിന്നെ വന്നിട്ട് ഇതുപോലെ ഇതാണ് ഒരു പാറ്റേൺ വന്നിട്ട്. ഇത് കോട്ടൺ ആണ്. ഒരു നമ്മൾ ഈ ഒരു ഷെയ്ഡ് അത്രയും ചെയ്തിട്ടില്ല. ഒരു എന്താ പറയാ, ഡസ്റ്റി ഷെയ്ഡ്സ് എന്നൊക്കെ പറഞ്ഞില്ല, അതുപോലത്തെ ഈ ഒരു കളർ ഒരു എന്താ ശരിക്കും ഇതിന്റെ ആക്ച്വലി കളർ എന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ഇതും ഒരു കോട്ട് സെറ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. നല്ല അടിപൊളിയാട്ടോ. ഇതിന്റെ നമ്മൾ ഓണിയൻ കളറും ഒരു ഗ്രീൻ കളറും പിസ്ത ഗ്രീനും ചെയ്തായിരുന്നു. അത് മൊത്തം സ്റ്റോക്ക് ഔട്ട് ആയിട്ടോ. അതിന് കംഫർട്ടബിൾ ആണ് നമുക്ക് വെയർ ചെയ്യാനായിട്ട്. ചുരുങ്ങുന്ന മെറ്റീരിയൽ ഒന്നുമല്ല. ഇതുപോലെ ഇതും ഒരു കോട്ട് സെറ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിനൊരു പലാസോ ബോട്ടം ചെയ്തിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇതാണ് അതിന്റെ പ്രിന്റ് വരുന്നത്. ഇതിനകത്തോട്ട് ഈ ഒരു പ്രിന്റ് വി കോളറിലാണ് ചെയ്തേക്കുന്നത്. ഇതും നമുക്ക് മെറ്റീരിയൽ സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷർട്ട് കോളറോ നെക്ക് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. കാരണം മെറ്റീരിയൽസ് സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് നെക്ക് പാറ്റേൺ എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഇതിന്റെ ബോട്ടം ഇതാണ്. ഇതിന്റെ ബോട്ടം വരുന്നത് ഇതേപോലെ ഈ ഒരു പാറ്റേണിലോട്ട് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ബോട്ടം ചെയ്തിട്ടുണ്ട്. വിത്ത് ഇലാസ്റ്റിക് ആണ് വരുന്നത്. സൈഡിലോട്ട് ഒരു ആംഗിൾ ലെങ്ത്തിൽ കട്ടിംഗ് ഒക്കെ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ചെയ്തേക്കണ പോലെ തന്നെ ലെങ്ത് കിട്ടും. വിത്ത് ഇലാസ്റ്റിക് ആണ് ചെയ്തേക്കുന്നത്. അപ്പൊ ടോപ്പ് വിത്ത് ലൈനിങ് വേണമെന്നുള്ളവർ ചെയ്താൽ മതി. പിന്നെ എല്ലാ സൈസും അവൈലബിൾ. ഞാൻ ഈ പാറ്റേണും വേറെ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതേപോലെ ഉണ്ട്. ഇതും നിങ്ങൾ വിത്ത് ലൈനിങ് വേണമെന്നുള്ളവർ പറഞ്ഞാൽ മതി. കാരണം എ ലൈൻ വിത്ത് കോട്ടൺ ലൈനിങ് ആകുമ്പോൾ കുറച്ചൊരു ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കും എന്ന് വെച്ചിട്ടാണ് നമ്മൾ എ ലൈൻ വിത്ത് ലൈനിങ് ചെയ്യാത്തത്. അപ്പൊ സ്ലിറ്റ് വിത്ത് ലൈനിങ് വേണമെങ്കിൽ ടോപ്പ് കോട്ട് സെറ്റ് ആയിട്ട് ബോട്ടം ചെയ്യാട്ടോ. ഇതുപോലെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടോ. ഇത് വെച്ചാൽ നല്ല ഒതുങ്ങി നമുക്ക് നല്ല സ്ലിം ആയിട്ട് തോന്നും. ഒതുങ്ങിയിട്ട് ഒത്തിരി ഫ്ലെയർ ഒന്നും കൊടുക്കാതെ ഇതേപോലെ ഉണ്ട്. എൻഡിലോട്ട് ഒരു എ ലൈൻ വെച്ചിട്ട് എൻഡിലോട്ട് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് പലാസോ ബോട്ടം ഇതുപോലെ നിൽക്കുന്നത്. ലെങ്ത് 48 വരുന്നുണ്ട്. വി കോളറാ ചെയ്തേക്കുന്നത്. കണ്ടോ, വി കോളറാ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇത് പെൻസിൽ ബോട്ടം ആയിട്ടാ ചെയ്തേക്കുന്നത്. എനിക്ക് മിസ്റ്റേക്ക് പറ്റിട്ടോ. ഇത് പലാസോ ആയിട്ടാ, ഇത് സെമി പലാസോ ആയിട്ടാ ചെയ്തേക്കുന്നത് ഇതിന്റെ. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടോ, ഇത്രയും ഒത്തിരി വീതിയൊന്നും ചെയ്യാണ്ട് ഇതുപോലെ കുറച്ചൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലുക്കിലോട്ടാ ചെയ്തേക്കുന്നത്. ഇതുപോലെ കണ്ടോ, എൻഡിലോട്ട് കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് ഈ ഒരു ബോട്ടം ഇതിന്റെ. അപ്പൊ ഇതും ഇതേപോലെ തന്നെ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇതിനൊരു പെൻസിൽ ബോട്ടം ആണ് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ളത്. കാരണം നല്ല അതേപോലെ നല്ലൊരു സ്ലിം ആയിട്ടുള്ള ലുക്കും കൊടുക്കും. നേരത്തെ ഞാൻ വേറെ ചെയ്ത ടോപ്പ് ഇതേപോലെയാണ്. ഷർട്ട് കോളർ പാറ്റേണിലോട്ട് ഇതേപോലെ കേട്ടോ. അപ്പം ഇത് ബാക്ക് എന്താ പറയുക, സെയിം ഇത് തന്നെ യൂസ് ചെയ്തേക്കുന്നത്. ലെങ്ത് 47 വരുന്നുണ്ട്. ഇതിന്റെ ലെങ്ത് 48 വരുന്നുണ്ട്. അപ്പൊ സ്ലിറ്റുള്ള പാറ്റേൺ വേണമെങ്കിൽ ചെയ്യാം, മേലൈൻ വേണമെങ്കിൽ ചെയ്യാം, ഇതും മേലൈൻ വേണമെങ്കിൽ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. അപ്പം ഇത് ബുക്ക് ചെയ്തിട്ട് 10 to 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.